അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൗഹുൽ ഹദീസ് ഭാഗം 15. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ മാ ആദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ ഖത്ത് ഇൻ ഇഷ്തഹാഹു അക്കല വഇൻ കരിഹഹു തറക. സ്നേഹമുള്ള ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാനിവിടെ ഓതി വെച്ച ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ആദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണത്തെയും കുറ്റം കുറവും പറഞ്ഞിട്ടേ ഇല്ല. ഇനിഷ്ടാഹു അക്കല, ഇഷ്ടപ്പെട്ടാൽ അത് നബിതങ്ങൾ ഭക്ഷിക്കും. വഇൻ കരിഹഹു തറക, ഇഷ്ടമില്ലെങ്കിൽ അത് കഴിക്കുകയുമില്ല. ഈ ഹദീസ് പറയുമ്പോൾ നാം, പ്രത്യേകിച്ച് മുസ്ലിമീകളാകുന്ന സംസ്കാരമുള്ള വിവരമുള്ള നാം, നമ്മളിൽ നിന്ന് പല ആളുകൾക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുഷിച്ച പ്രവണതയാണ് എന്ത് കഴിച്ചാലും അതിന് കുറ്റം പറയുക. അത് കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും ഇല്ലാത്തവന്റെ വീട്ടിലായാലും ഉള്ളവന്റെ വീട്ടിലായാലും എന്തെങ്കിലും ഒരു കുറവ് പറയാതെ നാം അവിടുന്ന് വരാറില്ല. ഇത് ഒരിക്കലും ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് യോജിച്ച പ്രവൃത്തിയല്ല. ഇഷ്ടപ്പെട്ടാൽ കഴിക്കണം, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് പറയണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ മഹാനാണ്! അല്ലാഹുവിന്റെ വിരുന്നുകാരൻ, മഹ്ശറയിലെ രാജകുമാരൻ, അല്ലാഹു പൊരുത്തപ്പെട്ട എല്ലാ പ്രവാചകന്മാരുടെ നേതാവായിട്ട് പോലും ഒരു കാലങ്ങളിൽ നിന്ന് ഒരു കാലത്തും ഒരു ഭക്ഷണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇനി എന്ത് കൊണ്ടുകൊടുത്താലും ഹബീബായ നബി തങ്ങൾ അത് കഴിക്കും, ഒന്നും പറയാറില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ മഹാനായ നബി തങ്ങളെ വിരുന്ന് ക്ഷണിച്ച ഒരു വീട്ടിൽ പോയിട്ട് എന്താ കറി എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, നബിയെ, അങ്ങ് വന്നു, ഞങ്ങൾക്കിപ്പോ കറി വരാൻ കാര്യമായിട്ടൊന്നുമില്ല. മാ ഇൻദന ഇല്ല ഖല്ലുൻ, സുർക്ക മാത്രമേ ഉള്ളൂ. നബിതങ്ങൾ ആ സുർക്കയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, അത് ഭക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, സുർക്ക എത്ര നല്ല കറിയാണ്, നിഅമൽ ഉദുമു അൽ ഖല്ലു, നിഅമൽ ഉദുമു അൽ ഖല്ലു, വമ്പൻ കറിയല്ലേ സുർക്ക, സുർക്ക വളരെ നല്ല കറിയല്ലേ എന്ന് പറഞ്ഞ് ഒന്നുമില്ലാത്ത പാവപ്പെട്ട വീട്ടിൽ നിന്ന് കിട്ടിയ സുർക്കയെ മധുഹ് പറഞ്ഞ് അവരഭിനന്ദിച്ചുകൊണ്ടാണ് പുണ്യപ്രവാചകൻ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാഹു പൊരുത്തപ്പെടാത്തതാണ് ഭക്ഷണം കഴിച്ച് അതിന് മദ്ഹ് പറയുക. നല്ല ഭക്ഷണമായിരുന്നു, നല്ല കറിയായിരുന്നു, ഉണ്ടാക്കിയവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കുട്ടി കരഞ്ഞു, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം സമയം കണ്ടെത്തി നമുക്ക് ഇത്രയും നല്ല വിഭവങ്ങൾ ഒരുക്കി തന്നു. എന്തെങ്കിലും അല്ലറ ചില്ലറ കുറവുകൾ വന്നാൽ അത് ആ ഒരു കുറവിനെ ഒരു പ്ലസ് ആയിട്ട് കണ്ട് അവരഭിനന്ദിച്ച് അംഗീകരിച്ചു വരുമ്പോ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവന്റെ മാലാഖമാർ ഇഷ്ടപ്പെടുന്നു, പുണ്യപ്രവാചകൻ ഇഷ്ടപ്പെടുന്നു. ഇവന്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നു. അപ്പോൾ ഒരു ഭക്ഷണത്തെയും ഒരു വീട്ടിൽ നിന്നും നാം ഒരു കുറവും പറയാതെ നാം അത് കഴിച്ച് അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാരെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് വരാൻ സാധിക്കണം. ഇതാണ് പുണ്യപ്രവാചകന്റെ മഹിതമായ മാതൃക. ഒരൊറ്റ ഭക്ഷണത്തെയും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല, കുറവ് പറഞ്ഞിട്ടില്ല. നാം ആ ജീവിതം പിൻപറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.